ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 11. തിരസ്കരിക്കപ്പെട്ട സ്നേഹം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കലേക്ക് വിളിക്കുന്തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽ ദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എഫ്രൈമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിക്കും, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അവർ ഈജിപ്റ്റ് ദേശത്തേക്ക് മടങ്ങും. അസീറിയ അവരുടെ രാജാവാകും. കാരണം എൻ്റെ അടുക്കലേക്ക് മടങ്ങിവരാൻ അവർ വിസമ്മതിച്ചു. വാൾ അവരുടെ നഗരങ്ങൾക്കെതിരെ ആഞ്ഞുവീശും. നഗര കവാടങ്ങളുടെ ഓടാമ്പലുകൾ അത് തകർക്കും. കോട്ടകൾക്കുള്ളിൽ വച്ച് അവരെ അത് വിഴുങ്ങും. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വച്ചിരിക്കുന്നു. ആരും അത് എടുത്തു മാറ്റുകയില്ല. എഫ്രൈം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ ആത്മായെ പോലെയാക്കും? സെബോയിമിനോടെന്ന പോലെ നിങ്ങളോട് എങ്ങനെ പെരുമാറും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. അത് എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. അവർ കർത്താവിൻ്റെ പിന്നാലെ പോകും. അവിടുന്ന് സിംഹത്തെപ്പോലെ ഗർജിക്കും. അതെ, അവിടുന്ന് ഗർജിക്കും. അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറ് നിന്ന് പേടിച്ചു വിറച്ചു വരും. ഈജിപ്തിൽ നിന്ന് പക്ഷികളെപ്പോലെയും അസീറിയ ദേശത്തു നിന്ന് പ്രാവുകളെപ്പോലെയും അവർ തിടുക്കത്തിൽ വരും. ഞാൻ അവരെ സ്വഭവനങ്ങളിലെത്തിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. എഫ്രൈം വ്യാജം കൊണ്ടും ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ യൂദായെ ഇന്നും ദൈവം അറിയുന്നു. അവൻ പരിശുദ്ധനായവനോട് വിശ്വസ്തത പുലർത്തുന്നു. കർത്താവിൻ്റെ വചനം.